ഒടുവിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് അളിയൻ. ഐ ആം ദ സോറി അളിയ. ട്രംപ് അണ്ണൻ വിരണ്ടോടുകയാണ്. മോദി ഒന്ന് കണ്ണുരുട്ടി, നീ ആളോടാ പറഞ്ഞിതൊക്കെ നിർത്തിച്ചത്, സത്യം തുറന്ന് പറയടാ. അവസാനം ഗതികെട്ട് സത്യം പറഞ്ഞിരിക്കുകയാണ് ട്രംപ്. ആ സത്യം കേട്ട് ട്രംപ് വരെ ഞെട്ടിയെന്നാണ് പറയുന്നത്. എന്താണ് ട്രംപ് പറഞ്ഞ സത്യം? എന്താണ് ആ സത്യം? ലോകം കൂടി അറിയട്ടെ. അതായത് ട്രംപിന്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം, 79ാമത് പിറന്നാൾ. 79 പിറന്നാൾ, 79 വയസ്സുണ്ട് കേട്ടോ, കണ്ടാ പറയില്ല. അപ്പോൾ അതിന് വലിയ സദ്യയൊക്കെ ഉണ്ടായിരുന്നു, അടപ്രഥമൻ ഒക്കെ ഉണ്ടായിരുന്നു. അടപ്രഥമനില് പഴമൊക്കെ ഇട്ട് ടമ്പിങ്ങനെ കുഴച്ച് കഴിക്കുന്നത്. ഏതായാലും പിറന്നാൾ സദ്യ ഉണ്ണാനായിട്ട് അസീം മുനീർ അവിടെ പോയിരുന്നു. അസീം മുനീർ ചെല്ലുന്നതിന് ഒരു ദിവസം മുമ്പ് ട്രംപ് വിളിച്ചിട്ട്, നരേന്ദ്രമോദി വിളിച്ചിട്ട് ഒരു 35 മിനിറ്റ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. ഇപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് വിക്രം മിശ്രി ഈ മോദി എന്താണ് ട്രംപിനോട് പറഞ്ഞു എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമവാർത്ത, അതായത് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചു. അതായത് നരേന്ദ്രമോദി അവിടെ G7 ഉച്ചകോടിക്ക് ചെന്നു, അവിടെ വെച്ച് ട്രംപുമായിട്ട് കൂടിക്കാഴ്ച കാണാം, അടച്ചിട്ട മുമ്പേ വാ എന്നും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയി എന്തൊക്കെയോ പറയും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ട്രംപിനെ കാണാൻ പറ്റിയില്ല മോദിക്ക്. ട്രംപ് മറ്റേ ഇറാൻ്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് അവിടെ നിന്ന് കുറ്റിയും പറിച്ച് ഓടിയായിരുന്നു നേരത്തെ തന്നെ. മോദിയെ കാണാതിരിക്കാൻ വേണ്ടി ഓടിയെന്നും ചിലർ പറയുന്നുണ്ട്. അങ്ങനെ ആവാനാണ് വഴി. കാര്യം പുള്ളി മറ്റേ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മോദി പലതവണ വിളിച്ചു നോക്കിയിട്ട് ഫോൺ പോലും എടുക്കുന്നില്ലെന്നൊക്കെയായിരുന്നു റിപ്പോർട്ടുകളൊക്കെ വന്നത്. പിന്നെ നേരിട്ട് കണ്ടാലുള്ള അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ ഏതായാലും പുള്ളി അവിടെ നിന്ന് മുങ്ങിയായിരുന്നു, അവിടെ നിന്ന് സ്കൂട്ടായി. എന്നിട്ട് മോദി പിന്നെ ഫോണിൽ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 35 മിനിറ്റൊക്കെ സംസാരിക്കാനും മാത്രം എന്താണ് ഉണ്ടായെന്ന് നമുക്കറിയില്ല. ഏതായാലും ഒറ്റ കാര്യം പറഞ്ഞു, അത് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ വന്നും കഴിഞ്ഞു. അതായത് ഇന്ത്യ ഒരു കാരണവശാലും ഒരു മധ്യസ്ഥനെ അനുവദിക്കുന്നില്ല. ഒരു മധ്യസ്ഥനെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ മധ്യസ്ഥനെ വേണമെന്നുള്ള ഒരു നയം ഇന്ത്യയിലെ ഭരണപക്ഷത്തും ഇല്ല, പ്രതിപക്ഷത്തും ഇല്ല. ഇത് രണ്ടുപേരുടെ സൈനിക തലത്തിലുണ്ടായ ചർച്ചയുടെ ഫലമായിട്ടാണ് ഈ പറയുന്ന വെടിനിർത്തൽ കരാർ ഉണ്ടായത്. പാകിസ്ഥാനാണ് ഇങ്ങോട്ട് വിളിച്ചത്. പാകിസ്ഥാൻ്റെ അഭ്യർത്ഥന ഇന്ത്യ മാനിച്ചു എന്നാണ് മോദി ട്രംപിനെ പറഞ്ഞ് മനസ്സിലാക്കിയത്. ട്രംപ് ഒരു അക്ഷരം വേണ്ടിയില്ല, എല്ലാം പറഞ്ഞ് കേട്ടോണ്ടിരുന്നേ ഉള്ളൂ. തൊട്ട് പിന്നാലെയാണ് അസീം മുനീർ മറ്റേ പിറന്നാൾ സമ്മാനമൊക്കെ ആയിട്ടൊക്കെ വന്നത്. അപ്പോൾ പുള്ളിക്ക് വിഭവസമൃദ്ധമായ സദ്യയൊക്കെ കൊടുത്തു, നല്ല പായസമൊക്കെ കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഈ ഓവൽ ഹൗസിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇയാൾ വന്നിരിക്കാറുണ്ട്. ചോദ്യം ചോദിക്കും. അപ്പോൾ ചോദിച്ചു ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ ഇംഗ്ലീഷിൽ തന്നെ പറയാം. 2 very smart leaders of India and Pakistan decided not to continue a war that could have turned a nuclear war. 2 smart leaders, 2 പേരേ ഉള്ളൂ, മൂന്നാമതില്ല. 2 സ്മാർട്ട് ലീഡേഴ്സ്. 2 സ്മാർട്ട്, അതായത് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും മിടുക്കരായ അല്ലെങ്കിൽ യോഗ്യരായ 2 നേതാക്കന്മാർ ആ യുദ്ധം തുടരേണ്ടെന്ന് തീരുമാനിച്ചു. അല്ലെങ്കിൽ ഒരു ആണവ യുദ്ധത്തിലേക്ക് പോകുന്നത് വേണ്ട എന്ന് 2 പേരും തീരുമാനിച്ചു. ഈ 2 രാജ്യങ്ങളും വളരെ വലിയ ആണവ ശക്തികളാണ് എന്നും കൂടി ട്രംപ് പറയുന്നുണ്ട്. അപ്പോൾ സാന്ദർഭികവശാൽ ഇപ്പോൾ അസീം മുനീർ തൊട്ടടുത്തിരിപ്പുണ്ടല്ലോ. അസീം മുനീർ എന്ന് വെച്ചാൽ ഇറാനിന് വേണ്ടിയിട്ട് ഇസ്രയേലി ആറ്റം ബോംബ് ഇടാൻ നിൽക്കുന്ന ടീമാണ്. അപ്പോൾ അത് നിർത്തി. അപ്പോൾ ഇറാൻ പറഞ്ഞു ഞങ്ങളൊരെണ്ണം അങ്ങോട്ടേക്ക് വിടും, ഇസ്രായേലിലും ഞങ്ങളൊരെണ്ണം അങ്ങോട്ടേക്ക് വിടുമെന്ന്. എന്നാ ഞങ്ങളത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പോകും. അതായത് അസീം മുനീർ ഇരിക്കുമ്പോൾ ആ കാര്യം ഇറാൻ ഇസ്രയേൽ സംഘർഷം ചർച്ച ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്തല്ലോ, ഞങ്ങളെക്കാളും നന്നായിട്ട് ഇവർക്കറിയാം ഇറാനെക്കുറിച്ച്. കാര്യം മച്ചാനുമാണല്ലോ ഇറാനും പാകിസ്ഥാൻ. ഏതായാലും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്നാണ് മുനീർ പറഞ്ഞത്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, നിരീക്ഷിച്ചതിൻ്റെ അവിടെ ഇരുന്നാൽ മതി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഇവിടെ വ്യക്തമായി. ഈ ട്രംപിൻ്റെ അവകാശവാദം, ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു: ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തലിന് ഞാനാണ് മധ്യസ്ഥൻ, കാർമ്മികത്വം വഹിച്ചത്. വെടിനിർത്തുകയാണെങ്കിൽ 2 രാജ്യങ്ങളുമായിട്ട് ധാരാളം വ്യാപാര കരാറുകൾ ഉണ്ടാക്കാം, കുറേ കൂടി കച്ചവടം നടത്തിക്കാം. ഇതില്ലെങ്കിൽ അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ട്രംപ് നിലപാടെടുത്തത്. പക്ഷേ അത് ഇതിൻ്റെയൊക്കെ ടൈം ലൈൻ സഹിതം നമ്മൾ നേരത്തെ പുറത്തു വിട്ടിരുന്നു. അതായത് 10-ാം തീയതി, മെയ് 10-ാം തീയതിയാണ് ഈ വെടിനിർത്തൽ കരാറാകുന്നത്. അന്ന് രാവിലെ 11:30 പാകിസ്ഥാനിൽ നിന്ന് ഹോട്ട് ലൈൻ വഴി ഒരു ടെലിഫോൺ കോൾ ഇന്ത്യയിലെ സൈനിക മേധാവിയെ തിരക്കി വന്നു. പക്ഷേ അദ്ദേഹത്തിന് അപ്പോൾ ഫോണിൽ സംസാരിക്കാൻ പറ്റിയില്ല, അദ്ദേഹം ഔദ്യോഗിക തിരക്കുകളിലായിരുന്നു.
12:30 വീണ്ടും ഒരു കോൾ വന്നു. അപ്പോൾ ഈ സൈനിക മേധാവി ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിലായിരുന്നു. ഉച്ചയ്ക്ക് 2:30 രണ്ട് സൈനിക മേധാവികളും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നതും പാകിസ്ഥാൻ ഇങ്ങനൊരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കുന്നതും, ഞങ്ങൾക്ക് യുദ്ധം തുടരാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് അതിനുള്ള ശേഷിയില്ല, വാസ്തവം അതാണ്, അതുകൊണ്ട് വെടിനിർത്തലിന് സമ്മതിക്കണം. ഇന്ത്യ ഓക്കെ പറഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ നേടിക്കഴിഞ്ഞു. ഇന്ത്യ അവിടെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തു. ഇവിടെ വന്ന് സിവിലിയൻസിനെ ആക്രമിച്ചതിന് കണക്കിന് കൊടുക്കുകയും ചെയ്തു. അവിടെ വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ തകർത്തു, അവരുടെ സേനാ താവളങ്ങൾ തകർത്തു. ഇന്ത്യയെ സംബന്ധിച്ച് ഇനി യുദ്ധം തുടരുന്ന ഇന്ത്യക്കും വലിയ താല്പര്യമില്ല. കാര്യം യുദ്ധം ചെയ്യുന്നൊരു രാഷ്ട്രമല്ല ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് സമ്മതിച്ചു. 2:30 രണ്ട് നേതാക്കന്മാർ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് സൈനിക ഉദ്യോഗസ്ഥർ തമ്മിൽ ഉണ്ടായ ധാരണ കൃത്യം 5:30 ആയപ്പോൾ ട്രംപിൻ്റെ ട്വീറ്റ്, ഞാനാണ് ആ കൊച്ചിൻ്റെ തന്ത, ഞാനാണ്. അപ്പോൾ ഇന്ത്യ അത് അപ്പോൾ തന്നെ കാര്യം നിരസിച്ചിരുന്നു, കാര്യം മധ്യസ്ഥനില്ല എന്നുള്ളത്. പക്ഷേ ഇവിടെ അത് വലിയ കോലാഹലം ഉണ്ടായി. ഇവിടെ പ്രതിപക്ഷം ഇപ്പോൾ ഹാലിളകി വന്നു. രാഹുൽ ഗാന്ധിക്ക് കാര്യം അത് ഇന്ത്യയുടെ പ്രഖ്യാപിത നയത്തിനെതിരാണ്. നമ്മൾ ഈ കാര്യത്തിലൊരു മധ്യസ്ഥൻ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിശദീകരിക്കണം. അപ്പോൾ തന്നെ ഇന്ത്യ അതിനുശേഷമാണ് ഈ ടൈം ലൈൻ അടക്കം പുറത്തു വിട്ടത്. അപ്പോഴും ട്രംപ് ഇങ്ങനെ കിട്ടുന്ന വേദികളിലെല്ലാം ഞാനാണ് ആ കൊച്ചിൻ്റെ തന്ത എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ സന്ദർശനത്തിന് വന്നപ്പോൾ ഈ ചോദ്യം അപ്പോഴും ചോദിച്ചു. അപ്പോഴും ട്രംപ് പറഞ്ഞാൽ ഞാനാണത് ശരിയാക്കിയത്, ഞങ്ങൾ മറ്റേ ട്രേഡ് ഡീല് വെച്ച് സംഭവം സെറ്റിൽ ചെയ്തു. ഇനി ഈ ട്രംപിൻ്റെ ഏറ്റവും വങ്കൻ തീരുമാനങ്ങളിലൊന്നായിരുന്നു ഈ റെസിപ്രോക്കൽ ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഈ ചൈനയിൽ നിന്നൊക്കെ വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഭീമമായ നികുതി ഏർപ്പാടാക്കും. അപ്പോൾ ഇത് സംബന്ധിച്ചൊരു കേസ് അവിടുത്തെ ഒരു കോടതിയിൽ വന്നപ്പോൾ എന്തുകൊണ്ട് ഈ നികുതി അല്ലെങ്കിൽ വ്യാപാര നയം അതിനെ ന്യായീകരിക്കാൻ ട്രംപിൻ്റെ അഭിഭാഷകൻ നിരത്തിയ ന്യായങ്ങളിലൊന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലും നമ്മൾ വ്യാപാരം വെച്ചാണ് നിർത്തലാക്കിയത് എന്ന് പറഞ്ഞ് വാദം വരെ കൊണ്ടുവന്ന ടീംസാണ് ഇപ്പോൾ പത്തിയും മടക്കി രണ്ട് നേതാക്കന്മാർ രണ്ടുപേരും തമ്മിലാണ് തീരുമാനിച്ചത്. ഞാനതിലില്ലേ രാമനാരായണ എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഇരിക്കുന്നു. അപ്പോൾ ഇനി എന്തായിരിക്കും ഈ ഇപ്പോൾ തെറ്റേറ്റു പറഞ്ഞ സ്ഥിതിക്ക് നരേന്ദ്രമോദി ക്ഷമിക്കാൻ വല്ല, കാരണം ഇപ്പോൾ ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ വഷളാവും. കാരണം അസീം മുനീർ പാകിസ്ഥാൻ അല്ല അമേരിക്കയിൽ ചെന്നിരുന്നിട്ടാണ് പറഞ്ഞത് ഇന്ത്യ ഇനി എന്ത് ചെയ്യണം, ഇന്ത്യ ഇനി എപ്പോൾ എങ്ങനെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പോകുന്നത് പാകിസ്ഥാനാണ് എന്നുള്ളത് അമേരിക്കയിൽ ചെന്നിരുന്നിട്ട് ട്രംപിൻ്റെ ബലത്തോടു കൂടി പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി മോദി ക്ഷമിക്കാനും മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ടോ? നൂർഖാൻ എയർബേസിലെ കുഴി ആദ്യം നാത്തട്ടെ. ആ ബ്രഹ്മോസിന്റെ പകരം ആക്രി കിട്ടി പൊട്ടിയതിന്റെ ബാക്കിയൊക്കെ വല്ല ആക്രി വിലയ്ക്കും തൂക്കി വിറ്റോട്ടെ. പക്ഷെ അധികം കയറി വിലസണ്ട. ചിലപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. എരന്ന് മേടിക്കണ്ടത് എന്തിനാ വെറുതെ.